തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ തന്നെ തൃണമൂൽ കോൺഗ്രസ് വിജയിച്ചു വരുന്നൊരു സാഹചര്യം നിലമ്പൂരിലുണ്ട്. ആ സമയത്ത് ഞങ്ങൾ ഈ തൃണമൂൽ കോൺഗ്രസ് യു ഡി എഫിൻ്റെ ഭാഗമാകുന്നതോടുകൂടി പിന്നെ യു ഡി എഫ് ജയിക്കുമോ എന്ന ചോദ്യത്തിന് അവിടെ പ്രസക്തിയേ ഇല്ല. തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്നാൽ തന്നെ ബഹുമാന്യനായിട്ടുള്ള ഞങ്ങളുടെ സ്റ്റേറ്റ് കൺവീനർ PV അൻവർ അവിടെ മത്സരിച്ചാൽ ഞങ്ങൾ ഒറ്റയ്ക്ക് വിജയിച്ചു വരും. അപ്പോൾ ഈ തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫ് അതിൻ്റെ ഭാഗമാക്കുന്നതോടുകൂടി യു ഡി എഫിൻ്റെ വിജയത്തിൽ പിന്നെ ആർക്കാ സംശയം? ആർക്കെങ്കിലും സംശയമുണ്ടോ? അവഗണന എന്ന് പറഞ്ഞത് നിങ്ങളോട് എന്താണ് ബഹുമാന്യനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്? 4 ദിവസത്തിനകം ഞങ്ങളെ മുന്നണിയിലെടുക്കും എന്ന് പറഞ്ഞിട്ടില്ലേ? എത്ര ദിവസം കഴിഞ്ഞു? വഞ്ചനാപരമായിട്ടുള്ള ഒരു തീരുമാനമല്ലേ, ഒരു തീരുമാനമല്ലേ അവർ എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയോട്. തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് കരുത്തും ശേഷിയും ഉണ്ട് ഈ മണ്ഡലത്തിനകത്ത് മത്സരിച്ച് വിജയിക്കാനുള്ള. ഇതൊരു ദേശീയ പ്രസ്ഥാനമല്ലേ. ഞങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഞങ്ങളുടെ സോയ്സും അവിടെ ഞങ്ങൾ നടത്തിക്കൊണ്ട് ബഹുമാനനായിട്ടുള്ള PV അൻവർ വിജയിച്ചു വരാനുള്ള സാഹചര്യം അവിടെ ഉണ്ടാക്കും. ഞങ്ങൾ UDF വഞ്ചനപരമായ നിലപാട് സ്വീകരിച്ചതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളുടെ തീരുമാനത്തിലേക്ക് പോകാൻ കാരണം? അല്ല, നിങ്ങൾ പിന്നെ VD സതീശൻ്റെ പ്രസ്താവന എന്തായിരുന്നു? നിങ്ങൾ പറയും, VD സതീശൻ്റെ പ്രസ്താവന എന്തായിരുന്നു? 4 ദിവസത്തിനകം ഞങ്ങളെ മുന്നണിയിലെടുക്കുമെന്ന് നിങ്ങളോട് പറഞ്ഞല്ലേ? പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഒരുപാട് ആവശ്യപ്പെട്ട, ഒരുപാട് സംസാരിച്ചതാണ് ബഹുമാന്യനായിട്ടുള്ള ഞങ്ങളുടെ കൺവീനർ PV അൻവർ. ഒരുപാട് പ്രാവശ്യം സംസാരിച്ചതുണ്ട്. അത് 4 ദിവസം 2 ദിവസം എന്നൊക്കെ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയി. ഇപ്പോൾ ഇലക്ഷൻ പടിവാതിൽ എത്തി നിൽക്കുകയാണ്. 2-ാം തീയതിയാണ് നോമിനേഷൻ കൊടുക്കേണ്ട അവസാന തീയതി. ഞങ്ങൾക്കും മുന്നൊരുക്കങ്ങൾ നടത്താനുള്ള സമയം ആയിട്ടുണ്ട്. ഇനി ഇത് അനന്തമായിട്ട് നീട്ടിക്കൊണ്ടു പോകാൻ നമ്മളോട് ഇല്ല. ഞങ്ങൾ അങ്ങനെയൊന്നും പറയുന്നില്ല. കബളിപ്പിക്കാനുള്ള ശ്രമമാണോ? 2 ദിവസത്തെ സമയമുണ്ട് ഞങ്ങളോട്. തീർച്ചയായിട്ടും UDF നിർത്തിയ സ്ഥാനാർത്ഥിയാണ് ഷൗക്കത്ത്. ആ ഷൗക്കത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും മുന്നണിയിൽ എടുക്കുമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതിനേക്കാളും അധികം UDF നേതൃത്വമാണ്, നേതാക്കന്മാരാണ് ഞങ്ങളോട് ഉറപ്പ് നേരത്തെ ലഭിച്ചു. പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. ഇന്നലെയും അവർ പറഞ്ഞില്ല, പ്രഖ്യാപിക്കും. അത് എന്നും പറയുന്നുണ്ട്. അത് പറയാൻ തുടങ്ങിയിട്ട് 2-3 മാസമായി. തീർച്ചയായിട്ടും ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ UDF നേതൃത്വത്തോട് പറയും.